ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് എന്ത് കറിയാന്ന് വെച്ചാൽ തമിഴിൽ കണ്ടപാടെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മുരിങ്ങാക്കായി എന്ന് പറയും, മുരിങ്ങാക്കോൽ എന്ന് പറയും. ഓരോ സ്ഥലത്തും ഓരോന്നാണ് പറയുക. പിന്നെ നമ്മളിവിടെ മുരിങ്ങാക്കോൽ എന്നാണ് കേട്ടോ പറയാം. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുക അത് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതാ നമ്മൾ അത്ര നല്ല അടിപൊളി ടേസ്റ്റിലാണ് ഈ ഒരു മുരിങ്ങാക്കോൽ കറി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അത് തൊലിയൊക്കെ പോക്കണം നിങ്ങൾക്ക് അറിയാമല്ലോ, ഇതിൻ്റെ തൊലിയൊക്കെ പോക്കണത്. അപ്പോൾ കുറച്ച് റിസ്ക്കുള്ള പണിയാണ് തൊലി പോക്കണത്. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പണിയാണ് കേട്ടോ അത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ എന്തായാലും ഒരു കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ ഇതിൻ്റെ കൂടെ പരിപ്പ് കറി കേട്ടോ. പരിപ്പാണ് എടുത്തതിൽ. പരിപ്പ് മഞ്ഞപ്പരിപ്പാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കണം. ഞാനത് ഓറഞ്ച് പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അത് പിന്നെ വെള്ളത്തിലൊന്നും ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല, അത്ര വേവൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ കഷ്ണം എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. മുറിച്ച് നല്ലപോലെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ നമ്മൾ ചട്ടിയിൽ പരിപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് പരിപ്പായിട്ട് എടുത്തിട്ടുള്ളൂ, കുറേ ഒന്നും എടുത്തിട്ടില്ല. കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മേഖലകളായിട്ട് വെള്ളം ഒഴിക്കും കേട്ടോ. മേലായിട്ടാണ് വെള്ളം ഒഴിക്കേണ്ടത് കേട്ടോ. അതിലേക്ക് നമ്മളിതാ അരിഞ്ഞു വെച്ചിട്ടുള്ള മുരിങ്ങാക്കോല ഇടുക കേട്ടോ. മുരിങ്ങാക്കോല ഇട്ടിട്ട് അതും ഇടുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇടുന്നത് ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. മുളക് പൊടിയൊന്നും ഇടുന്നില്ല. പിന്നെ ഉപ്പും ഇപ്പം ഇടുന്നില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ടാണ് ഉപ്പ് ഇടുന്നത്. അപ്പോൾ അത് ആവശ്യത്തിനുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഇതേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നും ആക്കാനില്ല. അതും ഇടുക. എന്നിട്ടത് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമ്മളിത് എന്താക്കുക, മൂടി വെക്കുക കേട്ടോ ചെയ്തത്. മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റൊക്കെ വെച്ചാൽ മതി കേട്ടോ. 10 മിനിറ്റൊക്കെ വെച്ചാൽ മതി. അതിൻ്റെ ശേഷം നമ്മൾ തുറന്നിട്ട് നമ്മൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിൽ നിന്നല്ല, ഹൈ ഫ്ലെയിമിൽ തന്നെ ഞാൻ വെച്ചിട്ടുള്ളത്. പരിപ്പൊക്കെ നല്ല വെന്തിട്ട് മുരിങ്ങാക്കോലും നല്ല വെന്തിട്ടുണ്ട്. മുരിങ്ങാക്കോലും അടിഞ്ഞിട്ടില്ല കേട്ടോ. ഈ ഒരു വെളുത്താൻ തന്നെ ഉണ്ട്. അടിഞ്ഞു കഴിഞ്ഞാൽ എന്തോ പോലെ ഉണ്ടാവും. അപ്പോൾ അത് മൂടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത് തേങ്ങ കേട്ടോ. എടുക്കുന്നത് അരമുറി എടുത്തിട്ടില്ല. അരമുറിയിൽ കുറച്ച് കുറവ് എടുത്തിട്ടുണ്ട് കേട്ടോ. അരമുറി കുറച്ച് തേങ്ങ നമ്മൾ അരക്കുക കേട്ടോ. മിക്സിയിലിട്ടിട്ട് അരക്കുകയാണ്. അതിലേക്ക് 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ 4-5 ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് എടുക്കുന്നത് ചെറിയ ജീരകമാണ് കേട്ടോ. വലിയ ജീരകമല്ല, ചെറിയ ജീരകമാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് എടുത്താൽ മതി കേട്ടോ. അധികം ഒന്നും എടുക്കണ്ട. കുറച്ച് നല്ല ജീരകവും ഇട്ടിട്ട് വെള്ളവും പാർന്നിട്ട് അടിക്കുക കേട്ടോ. കുറേ ഒന്നും വെള്ളം പാരണ്ട, കുറച്ച് വെള്ളം പാർന്നാൽ മതി. കുറച്ച് വെള്ളം പാർന്നിട്ട് അടിക്കാം. നല്ല നൈസായിട്ട് നമ്മൾ തേങ്ങയൊക്കെ നല്ല അരയ്ക്കൂല കറിയിലേക്ക്, അതേപോലെ തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളത് തേങ്ങയൊക്കെ നല്ലപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൂടുതൽ വെള്ളം ഒഴിക്കാണ്ട് അരിഞ്ഞെടുക്കണം, എന്നാലേ ഉള്ളൂ നല്ലോണം അരിഞ്ഞ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിത് നല്ലോണം അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ചട്ടി തുറക്കുകയാണ്. ചട്ടി തുറന്നിട്ട് ഈ തേങ്ങ അരച്ചത് അതിലേക്ക് ഇടുകയാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ തേങ്ങ അരച്ചത് ഒഴിക്കുകയാണ്. ഫസ്റ്റ് അതിൽ തന്നെ ഇങ്ങനെ ഒഴിക്കുക കേട്ടോ. വെള്ളമൊന്നും ചേർക്കാണ്ട് ഫസ്റ്റ് അതിൽ തന്നെ ഒഴിക്കുക. പിന്നെ നമ്മൾ മിക്സ് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിക്കുക കേട്ടോ. ഇത് നല്ല ലൂസിലാക്കണം കേട്ടോ, കട്ടിയിലാക്കരുത്. എന്ന് വെച്ചാൽ നമ്മളിത് ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ കറി ചൂടാറി കഴിഞ്ഞാൽ നല്ല പോലെ ഒരു അപ്പ കഷ്ണം പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ ആക്കണ സമയത്ത് തന്നെ നല്ല വെള്ളം പോലെ ആക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും കൂടി വെള്ളമൊക്കെ മിക്സിയിൽ ഒന്നും കൂടി വെള്ളം പാർന്ന് ഒന്ന് ചുറ്റിക്കളക്കിയിട്ട് ഇതിലേക്ക് പാരുകയാണ് കേട്ടോ. അത് ആക്കിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. മുരിങ്ങാക്കോൽ ഒടിഞ്ഞൊന്നും പോകരുത് കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുറച്ചുകൂടിയും വെള്ളം പാർന്നിട്ടുണ്ട്. അപ്പം നല്ല വെള്ളം പോലെ തന്നെ ആയിക്കോട്ടെ കേട്ടോ. കുറച്ച് നല്ലപോലെ വെള്ളം പോലെ തന്നെ. എന്നിട്ട് ലാസ്റ്റിലേക്കാണ് നമ്മൾ ഇതിലേക്ക് എന്താക്കേണ്ടത്, ഉപ്പിടുന്നത് കേട്ടോ. അപ്പം മുരിങ്ങാക്കോൽ ഒടിയാത്ത രൂപത്തിൽ നല്ലപോലെ ഇളക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക കേട്ടോ. ലാസ്റ്റിലേക്ക് ഉപ്പിട്ടാൽ മതി. ആദ്യം ഫസ്റ്റ് തന്നെ ഉപ്പിടേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് അപ്പോൾ മഞ്ഞൾപ്പൊടി കുറച്ച് പോരാന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഇത്തിരിയും കൂടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. നമ്മൾ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതേ ഉള്ളൂ, പെട്ടെന്ന് നമുക്ക് ചോറിനൊക്കെ ആക്കാൻ പറ്റുന്ന ആളോ കേട്ടോ. മുരിങ്ങാക്കോലുണ്ടെങ്കിൽ പരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ കറി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ മുരിങ്ങാക്കോൽ ഈ ഒരു ഓഫറിൽ ഞാൻ വാങ്ങിയതായിരുന്നു. അപ്പോൾ കുറച്ച് അധികം കിട്ടിയിട്ടുണ്ടായിരുന്നു. കിലോന് 9 രൂപയൊക്കെ ആയിട്ടൊരു ഓഫർ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ വാങ്ങിയത്. അപ്പോൾ മുരിങ്ങാക്കോലിൻ്റെ ഉപ്പേരി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുരിങ്ങാക്കോലിൻ്റെ ഉപ്പേരിയും മുരിങ്ങാക്കോലിൻ്റെ കറിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ തേങ്ങ അരച്ചിട്ട് ഇതിൻ്റെ തള നല്ലപോലെ തിളക്കണ്ട കേട്ടോ. നല്ലപോലെ തള ആയിക്കഴിഞ്ഞാൽ വെള്ളം വേറത് തേങ്ങ വേറെ ആയിട്ടൊക്കെ നിൽക്കും. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ തുള്ളിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വറവിടാനും വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം കേട്ടോ.
കൂടുതലൊന്നും വേണ്ട, കുറച്ച് എണ്ണ ഒഴിക്കുക. നമ്മളൊരു അടുപ്പത്ത് ഇതാ ചോറാവുന്നുണ്ട്, ഒരു അടുപ്പത്ത് കറി ആയിട്ടുണ്ട്, ഒരു അടുപ്പത്ത് ഉപ്പേരി ആയിട്ടുണ്ട്. ഈ ഒരു അടുപ്പത്ത് നമ്മൾ വറവിടാൻ വേണ്ടി ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് കടുകിടാം. ഇപ്പോൾ കടുക് നല്ലപോലെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇടുന്നത് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. കുറച്ചധികം കറിവേപ്പില ആയാലും കുഴപ്പമില്ല കേട്ടോ, കുറയ്ക്കൊന്നും വേണ്ട, പിഷ്കൊന്നും വേണ്ട കേട്ടോ, കുറച്ചധികം കറിവേപ്പില ആയിക്കോട്ടെ. പിന്നെ ഇതാ നമ്മൾ 2-3 വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. വറ്റൽമുളക് ഇട്ടിട്ട് നല്ലപോലെ നിളക്കുക. അപ്പോൾ നമ്മൾ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. നമ്മളിതാ ഇത് നല്ലപോലെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ ചട്ടിയിലേക്കൊന്ന് പാരും കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. കമൻറ്റ് എന്തായാലും അറിയിക്കുക. നിങ്ങൾ ഈ കറി ഒന്ന് ഉണ്ടാക്കി നോക്കി. ഈ കറിയും നിങ്ങളുടെ ചോറും മാത്രം മതി, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. നമ്മൾ കോമൺ ആയിട്ട് എല്ലാവരും ഉണ്ടാക്കുന്നതാണ്, അപ്പോൾ എന്നാലും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.